ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. സന്തോഷം, ആനന്ദം, ആഹ്ലാദം, ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയുണ്ട്, ഇല്ലേ? സന്തോഷിക്കുന്ന ഒരു കൂട്ടത്തെ കാണുമ്പോൾ, ഒരു വ്യക്തിയെ കാണുമ്പോൾ, ഒരു കുടുംബത്തെ കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം തോന്നും. തീർച്ചയായും ആ സന്തോഷം നമുക്ക് കിട്ടണമെന്ന് നാം ആഗ്രഹിക്കും, തീർച്ചയായിട്ടും. എന്നാൽ ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും അതിനുവേണ്ടി പലതും ചെയ്തിട്ടും സന്തോഷം ലഭിക്കാത്തവർ ഇന്ന് ഈ തിരുവചനം കേൾക്കുന്നുവെങ്കിൽ, ഇന്ന് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സന്തോഷിപ്പിക്കട്ടെ, ആനന്ദിപ്പിക്കട്ടെ, തൻ്റെ സന്തോഷം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് ആമുഖമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചന ശുശ്രൂഷയിലേക്ക് കടക്കട്ടെ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം സന്തോഷിപ്പിച്ചുകൊള്ളുവീൻ. ആശ്വസിക്കാനാണ് എഴുതിയിരിക്കുന്നതെങ്കിലും അതിൻ്റെ ഉള്ളിലും നിറഞ്ഞു നിൽക്കുന്നതാണ് സന്തോഷം. അതെ, എന്തിലാണ് സന്തോഷിക്കേണ്ടത്? എന്താണ് ഈ വചനം? ഈ വചനങ്ങളെ കൊണ്ട്, ഏത് വചനം? ഇതിന് മുമ്പിൽ പറഞ്ഞിരിക്കുന്ന വചനം. എന്താണ് ആ വചനം? 1 തെസ്സലോനിക്കർ 4:16 പറഞ്ഞിരിക്കുന്നു, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും. ആരാണ് ഇറങ്ങി വരുന്നത്? കർത്താവായ യേശു ക്രിസ്തു. എന്തിനാണ് വരുന്നത്? തൻ്റെ സഭയെ ചേർക്കുവാൻ, തൻ്റെ മണവാട്ടി സഭയെ ചേർക്കുവാൻ, താൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ തൻ്റെ പ്രിയ സഭയെ ചേർക്കുവാൻ കർത്താവ് വരും. യേശു ക്രിസ്തുവിൻ്റെ 1-ാമത്തെ വരവ്, യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ പരശുശ്രൂഷ, യേശുവിനെ വിസ്തരിക്കുന്നത്, യേശുവിനെ പീഡിപ്പിക്കുന്നത്, യേശുവിനെ ക്രൂശിക്കുന്നത്, യേശുവിനെ കബറടക്കിയത്, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഇതിനെക്കുറിച്ചുള്ള 100 പ്രവചനങ്ങളെല്ലാം നിറവേറി. യേശു ക്രിസ്തു ജനിക്കുന്നതിന് 750 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാ പ്രവചൻ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞു. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു, നിത്യപിതാവെന്ന് പേർ വിളിക്കണം, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കണം, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ഈ വാഗ്ദത്തങ്ങളെല്ലാം നിറവേറി. യേശുക്രിസ്തുവിൻ്റെ പരശുശ്രൂഷയെക്കുറിച്ച് നിറവേറി. ഇതാ സിയോൻ പുത്രി എന്നിൻ്റെ രാജാവ് ചെറുത് കഴുതയുടെ മേൽ കയറി വരുന്നു. കർത്താവിൻ്റെ പരശുശ്രൂഷയിൽ നടന്ന സംഭവങ്ങൾ വിവരിച്ചു. യേശുക്രിസ്തുവിനെ മാറി മാറി വിസ്തരിക്കുമെന്ന് പറഞ്ഞു. യെശയ്യാ 53 വായിക്കുമ്പോൾ യേശുവിൻ്റെ ക്രൂശാരോഹണം വളരെ കൃത്യമായും വ്യക്തമായി എഴുതിയിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്, എന്തിനാണ്, എല്ലാം എഴുതി. യേശുവിനെ കബറടക്കുന്നത് സമ്പന്നന്മാരുടെ കൂടെയായിരിക്കുമെന്ന് അവിടെ വെളിപ്പെടുത്തി. അരിമത്തിക്കാരൻ യോസേപ്പ്, നീക്കോദീമോസ് മന്ത്രിയായിരുന്നു. യോസേഫ്, നീക്കോദീമോസ് പള്ളിപ്രമാണിയായിരുന്നു, ഉന്നതരായിരുന്നു. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെയായിരുന്നു. എല്ലാം നിറവേറി. യേശു സ്വർഗാരോഹണം ചെയ്യും. എല്ലാം നിറവേറി. എന്നാൽ ഇനി നിറവേറാനുള്ള ഏറ്റവും വലിയ, ഇനി ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ മഹാത്ഭുതം യേശുവിൻ്റെ 2-ാമത്തെ വരവായിരിക്കും. അത് സംഭവിക്കുക തന്നെ ചെയ്യും. കർത്താവ് താൻ ഗംഭീരനാദം. യേശു വരുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ പ്രധാനമായും വരും. കർത്താവ് താൻ ഗംഭീരനാദം, പ്രധാന ദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. ഇത് 3 കർത്താവിന് സ്തോത്രം. ഇത് മുഴങ്ങുമ്പോൾ യേശു സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. എങ്ങനെ? മേഘാരൂഢനായി വരും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും മധ്യാകാശത്തിൽ വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ക്രിസ്തുവിൽ മരിച്ചവർ, അടക്കപ്പെട്ടവർ, അവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. കല്ലറകൾ തുറക്കും. എന്നാൽ ജീവനോടെ ശേഷിക്കുന്നവരായി നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ആ ഒരു അനുഭവം അത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമല്ലേ? യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവേദലിനെ അത് കേൾക്കുമ്പോൾ ആനന്ദമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടിയായിരിക്കാൻ എനിക്ക് അധികം കാംക്ഷയുണ്ട്, വാഞ്ചയുണ്ട്. പക്ഷേ ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾക്ക് ഗുണമെങ്കിൽ, ദൈവവേലയ്ക്ക് ഗുണമെങ്കിൽ
രണ്ടും എനിക്ക് സമ്മതമാണ്. പക്ഷേ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാനാണ് എനിക്ക് ഏറെ താല്പര്യം. അതേ പ്രിയരെ, യേശു വരും. മകനെ, യേശു വരുമ്പോൾ നീ എടുക്കപ്പെടണമെങ്കിൽ അതിനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ യേശുവിൻ്റെ രക്തത്താലുള്ള വീണ്ടും ജനനം പ്രാപിക്കണം. നീ രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെടണം. അല്ലല്ല, മാനസാന്തരപ്പെടാൻ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ദൈവത്തിന് വചനം പറയുന്നു. പ്രിയപ്പെട്ടവരെ, ചില ചടങ്ങുകളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വഴിപാടുകളിലും നേർച്ചകളിലും കാഴ്ചകളിലും മാത്രം അടിസ്ഥാനപ്പെട്ട് ജീവന ദൈവത്തെ ആരാധിക്കാതെ ചില വിശുദ്ധന്മാരുടെ പിറകെ പോയാൽ നിങ്ങൾ രക്ഷപ്പെടുകയില്ല. എൻ്റെ പ്രിയരെ, ഞാൻ ഈ വാക്കുകൾ പറയുന്നത് സ്നേഹത്തോടെയാണ്. ആത്മാക്കൾ രക്ഷപ്പെടണം എന്നുള്ള നിർണയത്തോടെയാണ് ഇത് പറയുന്നത്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കിയിരുന്നാൽ മോനെ, നിന്റെ ആത്മാവ് രക്ഷപ്പെടുകയില്ല. നീ യേശുവിങ്കിലേക്ക് വരണം. നിന്നെ രക്ഷിക്കാൻ ഈ ഭൂമിയിൽ മറ്റാരുമില്ല. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. നീ വെറുതെ പല നാമങ്ങളുടെ പിന്നാലെ ഓടി നടക്കണ്ട. നിനക്ക് രക്ഷ തരാൻ അവർക്ക് ആർക്കും കഴിയില്ല മോനെ. നിന്റെ അവസാന കാലഘട്ടത്തിൽ നീ കൈകാലിട്ട് അടിക്കേണ്ടി വരും. അതൊരു ഭീഷണിയൊന്നുമായിട്ടല്ല ഞാൻ പറയുകയല്ല, എളിമയോടെയാണ് പറയുന്നത്. സത്യമാണത്. ഉള്ള കാലം യേശുവിനെ മുറുകെ പിടിക്കുക, രക്ഷിക്കപ്പെടുക. അതിന് മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പണം മുടക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യണം? യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റു പറയണം. കർത്താവിന് സ്തോത്രം. യേശുവിനെ പിതാവാം ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ദൈവം മനുഷ്യൻ രക്ഷയിലേക്ക് വരുവാൻ വേറെ കഠിനമായ വഴികൾ വെച്ചിട്ടില്ല. ഉണ്ടായിരുന്നു കഠിനമായ വഴിയെല്ലാം യേശു കാൽവറിയിൽ വഹിച്ചു, ക്രൂശിൽ വഹിച്ചു. രക്ഷ സൗജന്യമാണെന്ന് എല്ലാവരും പറയും, ലാഘവത്തോടെ പറയും. ഞാൻ അപ്പോഴെല്ലാം ഓർക്കും, അതേ, രക്ഷ സൗജന്യമാണ്. പക്ഷേ സൗജന്യമായി നമുക്ക് കിട്ടി. പക്ഷേ വില കൊടുത്ത ഒരുവനുണ്ട്. സൗജന്യമായിരുന്നില്ല രക്ഷ, വില കൊടുത്തു. യേശു തൻ്റെ ദേഹമെന്ന തിരശീല ചീന്തി, യേശു തൻ്റെ തിരക്തം മുഴുവൻ ഒഴുക്കി കൊടുത്തു. യേശു അടിയേറ്റു, യേശു നിന്നയേറ്റു, യേശു തുപ്പലേറ്റു, യേശു മാറി മാറി വിസ്തരിച്ചു. ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. സാധാരണ അങ്ങനെ പറഞ്ഞാൽ വെറുതെ വിട്ടിരിക്കുന്നു എന്നാണ് ജഡ്ജി പറയേണ്ടത്. പക്ഷെ നിങ്ങൾ ഇവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ എന്നാണ് പീലാത്തോസ് പറഞ്ഞത്. എന്തുകൊണ്ട്? അവൻ്റെ തലമുറയിൽ അവന് ന്യായം കിട്ടിയില്ല. എന്തുകൊണ്ട്? നാം ഏൽക്കേണ്ട ശിക്ഷ മുഴുവൻ യേശു വഹിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ശിക്ഷ ഏറ്റത്. ഹല്ലേലൂയ. നമ്മുടെ പാപം മുഴുവൻ യേശു വഹിച്ചു, നമ്മുടെ ശാപം മുഴുവൻ യേശു വഹിച്ചു, നമ്മുടെ നിന്ന മുഴുവൻ യേശു വഹിച്ചു, നമ്മുടെ കഷ്ടപ്പാടുകൾ മുഴുവൻ യേശു വഹിച്ചു, നമ്മുടെ രോഗങ്ങൾ മുഴുവൻ യേശു വഹിച്ചു, നമ്മുടെ സമാധാനത്തിനായ ശിക്ഷ മുഴുവൻ യേശു വഹിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഈ യേശു വരും. മകനെ, മകളെ, പ്രിയ യൗവനക്കാരായ യൗവനക്കാരി, പ്രിയ മാതാവേ, പിതാവേ, പ്രിയ യുവാവേ, പ്രിയ കുഞ്ഞേ, നീ യേശുവിനെ സ്വീകരിച്ചോ? യേശുവിനെ രക്ഷിതാവ് കർത്താവായി സ്വീകരിച്ചോ? സമയം കളയരുത്, അടുത്ത സെക്കൻഡ് മാറ്റി വയ്ക്കരുത്. ഇപ്പോൾ നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ യേശുവിനായിട്ട് ഹൃദയം കൊടുക്കൂ. നാഥ, യേശുവിനെ എൻ്റെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി ഞാൻ സ്വീകരിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. യേശുവിനെ പിതാവാം ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപത്തോട് യാത്ര പറയുന്നു, പിശാചിനോട് യാത്ര പറയുന്നു. മോനെ, നിനക്കും രക്ഷ കിട്ടും. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുകയാണ്. കർത്താവിന് സ്തോത്രം, സ്തോത്രം. ഈ രക്ഷ ലഭിച്ചാൽ യേശുവിൻ്റെ കാഹളധ്വനി കേൾക്കുമ്പോൾ പറന്നുയരാം. കർത്താവിന് സ്തോത്രം. മറ്റ് എന്തുണ്ടെങ്കിലും മോനെ, നിനക്ക് നല്ല പദവി ഉണ്ടായിരിക്കാം, സ്ഥാനമാനങ്ങളുണ്ടായിരിക്കാം, നിനക്ക് സമൂഹത്തിലും സഭയിലും വലിയ സ്ഥാനങ്ങളും മാനങ്ങളും ഉണ്ടായിരിക്കാം, നിനക്ക് ചില പദവികളുണ്ടായിരിക്കാം, നിനക്ക് ചില സ്ഥാനപ്പേരുകളുണ്ടായിരിക്കാം. ഇതൊന്നും നിന്നെ നിത്യതയിലെത്തിക്കുകയില്ല. നിനക്ക് വലിയ ആളുകളുമായിട്ട് ബന്ധമുണ്ടായിരിക്കാം, ഇതൊന്നും നിത്യതയിലെത്തിക്കുകയില്ല. നിനക്ക് വേണ്ടി നീ മരിച്ച ശേഷം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും, നീ കുറേ പൈസ ചെലവഴിച്ചാലും, നീ വലിയ കല്ലറ പണിതിട്ടാലും, മോനെ, നിനക്ക് വലിയ കബറടക്കം കിട്ടിയാലും നീ രക്ഷപ്പെടുകയില്ല, ദൈവരാജ്യത്തിലെത്തുകയില്ല. ദൈവരാജ്യത്തിലെത്താൻ ഒരേ വഴിയേ ഉള്ളൂ, ഒരൊറ്റ മാർഗമേ ഉള്ളൂ, യേശു ക്രിസ്തു എന്ന വഴി. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് യേശു പറഞ്ഞു. യേശുവിലൂടെ അല്ലാതെ ആരും ദൈവരാജ്യത്തിലെത്തുകയില്ല. കർത്താവിന് സ്തോത്രം. അങ്ങനെ ദൈവരാജ്യത്തിൽ എത്താനുള്ള യോഗ്യത പ്രാപിച്ച ദൈവമക്കൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും, ഈ ഭൂമിയുടെ മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും, അവർ യേശു കർത്താവിന് ഗംഭീരനാദവും പ്രധാന ദൂതന്റെ ശബ്ദവും ദൈവത്തിൻ്റെ കാഹളവും കേൾക്കുമ്പോൾ അവർ പറന്നുയരും. ഈയാമ്പാറ്റകൾ പറന്നുയരുന്ന പോലെ അവർ പറന്നുയരും. യേശുവിൻ്റെ അരികിലേക്ക് ചെല്ലും. മധ്യാകാശത്തിൽ മണിപ്പന്തലൊരുക്കും. കർത്താവിന് സ്തോത്രം. കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട മക്കളെ സ്വീകരിക്കും. അതൊരാനന്ദത്തിൻ്റെ സമയമല്ലേ?
അതല്ലേ വാസ്തവത്തിൽ ഒരു ദൈവത്തിൻ്റെ പ്രത്യാശ, ഭാഗ്യകരമായ പ്രത്യാശ എന്ന് വേദപുസ്തകം പറയുന്നു. അങ്ങനെ ആനന്ദിക്കും. ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിച്ചുകൊള്ളുവീൻ, ആനന്ദിച്ചുകൊള്ളുവീൻ. ആനന്ദിക്കാനും സന്തോഷിക്കാനും ഒന്നുണ്ട്, യേശു വരും. ഇന്നത്തെ കഷ്ടതകൾ തീരും, ഇന്നത്തെ ഞെരുക്കം തീരും, ഇന്നത്തെ ഒറ്റപ്പെടുത്തലുകൾ തീരും. ഇന്ന് പീഡയുണ്ട്, എന്നാൽ പീഡ തീരുന്നൊരു ദിവസമുണ്ട്, എൻ്റെ നാഥൻ വരും. ഹല്ലേലൂയ. നാഥൻ വരവിൻ ധ്വനി കേൾക്കാറായി. മകനെ ഒരുങ്ങിയോ? മകളെ ഒരുങ്ങിയോ? നീ നിന്നെ തന്നെ ദൈവങ്ങൾ കൊടുത്തോ? കർത്താവിന് സ്തോത്രം. എൻ്റെ പ്രിയരെ, ഞാൻ ആഗ്രഹിക്കുന്നു ഈ നിസ്സാരനായ മനുഷ്യൻ അനേകം രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവൻ തന്ന് നമ്മെ സ്നേഹിച്ച യേശുക്രിസ്തുവിൻ്റെ സ്നേഹം യേശുക്രിസ്തു എത്രയോ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനായോഗത്തിൽ ഞങ്ങൾ മിക്കവാറും എല്ലാ ഞായറാഴ്ചയും തന്നെ രക്ഷിക്കപ്പെടാത്ത ഞങ്ങളുടെ ദേശത്തുള്ളവർ, കുടുംബത്തുള്ളവർ, നാട്ടിലുള്ളവർ, രാജ്യങ്ങളിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ ബോധ്യം തരാറുണ്ട്. കർത്താവിന് സ്തോത്രം. അനേകം രക്ഷപ്പെടട്ടെ, അനേകം രക്ഷയിലേക്ക് വരട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതാവുന്നു സുപ്രസാദകാലം, ഇതാവുന്നു രക്ഷാ ദിവസം. ഇന്ന് നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാം. യേശുവിന് വേണ്ടി ജീവിതം വേർതിരിക്കാം. അങ്ങനെ യേശുവിന് വേണ്ടി ജീവിതം വേർതിരിക്കാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിനെ നിങ്ങൾ രക്ഷിതാവും കർത്താവായി സ്വീകരിക്കൂ. യേശുവേ, ഞാൻ അങ്ങേൻ്റെ രക്ഷിതാവും കർത്താവായി സ്വീകരിക്കുന്നു. യേശുവിനെ പിതാവാം ദൈവം ഉയർപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിച്ച് ഞാൻ ഏറ്റുപറയുന്നു. ഈ രക്ഷയിലേക്ക് ഞാൻ വരുന്നു. അങ്ങനെ നിങ്ങൾ സമർപ്പണത്തിലേക്ക് വരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, ഇന്ന് യേശുവിന് വേണ്ടി ജീവിതം പറഞ്ഞിട്ട് രക്ഷയിലേക്ക് കടന്നു വരാൻ സമർപ്പണമെടുത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർക്ക് കർത്താവെ സ്വർഗീയ സമാധാനവും സന്തോഷവും കൊണ്ട് അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, അവിടുന്ന് ജീവിക്കുന്നു എന്നുള്ള അനുഭവങ്ങൾ കൊടുക്കണമേ. സ്വർഗരാജ്യത്തിൽ ജനിക്കുന്ന ഭാഗ്യ പദവിയിലേക്ക് അവരെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യജീവൻ്റെ ഓഹരിക്കാരാക്കി കർത്താവ് രണ്ടാമത് വരുമ്പോൾ പറന്നു വരുവാനുള്ള പദവി ലഭിക്കുവാൻ അവരെ ഒരുക്കണമേ, അനുഗ്രഹിക്കണമേ, എല്ലാ കൃപകളാലും നിറയ്ക്കണം. യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവിന് സ്തോത്രം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും ആത്മീയമായ മുന്നോട്ട് പോകാനുള്ള സംശയങ്ങളോ ഏതെങ്കിലും തടസ്സങ്ങളോ അല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങളോട് സംസാരിക്കാം. തീർച്ചയായും അതിന് കർത്താവ് വഴിയൊരുക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.